സംഘർഷമുണ്ടായ ഉത്തർപ്രദേശിലെ സംഫലിൽ ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശിക്കുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് സന്ദർശനം നടത്തുന്നത്. സംഘർഷം ആസൂത്രിതമാണോ എന്ന് ഈ സമിതി പരിശോധിക്കുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഈ ഉത്തർപ്രദേശിലെ സംഘർഷമുണ്ടായ സംഭലിൽ ഇപ്പോൾ മൂന്നംഗ സമിതി സന്ദർശനം നടത്തുകയാണ്. ഉത്തർപ്രദേശ് സർക്കാരാണ് ഈ സംഘർഷം പരിശോധിക്കുന്നതിനായി മൂന്നംഗ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ സമിതിയിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്രകുമാർ അറോറ, കൂടാതെ മുൻ IAS ഉദ്യോഗസ്ഥനായ അമിത് മോഹൻ പ്രസാദ്, മുൻ IPS ഉദ്യോഗസ്ഥൻ അരവിന്ദ് കുമാർ ജെയിൻ എന്നിവരാണ് അടങ്ങുന്നത്. ഈ മസ്ജിദിന്റെ പരിസരത്ത് എത്തി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി സമിതി സംസാരിക്കും. കൂടാതെ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി അതിന്റെ ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും സമിതി റിപ്പോർട്ട് സമർപ്പിക്കുക. 2 മാസത്തെ കാലാവധിയാണ് സമിതിക്ക് സർക്കാർ നൽകിയിരിക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈ സമിതി പരിശോധിക്കുക. അതിൽ ആദ്യത്തേത് ആസൂത്രിതമായാണോ ഈ സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ്. നവംബർ 24-ന് ജില്ലാ കോടതി നിയോഗിച്ച ഈ സമിതി ഇവിടെ സർവേ സമിതി ഇവിടെ സന്ദർശനം നടത്തുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. ഇത് ആസൂത്രിതമായിരുന്നോ എന്നും ഒപ്പം തന്നെ ഈ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്നീ 2 കാര്യങ്ങളായിരിക്കും സമിതി പരിശോധിക്കുക. അതേസമയം ഈ സർവേ നടപടികൾ അടക്കമുള്ള തുടർ നടപടികൾ നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകും വരെ സർവേ അടക്കമുള്ള നടപടികൾക്കാണ് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.